അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിനന്ദരായ സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ നിജസ്ഥിതി അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. SMFുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ ഉന്നത കേന്ദ്രങ്ങളിൽ സജീവമായ ചർച്ചയും ആശങ്കയും പങ്കുവെക്കുന്ന സമയമാണ്. അതിനിടയിലാണ് സംഘത്തിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി തുറന്ന ഓഫീസ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ ഉദ്ഘാടനം ചെയ്ത വിവരം നമ്മൾ അറിയുന്നത്. സ്വാഭാവികമായ സംശയങ്ങളുണ്ടാകും. ഇവിടെ SMFിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആര്? ഉണ്ടെങ്കിൽ ജിഫ്രി തങ്ങൾ എങ്ങനെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്? MT ഉസ്താദും കൊയ്യോട് ഉസ്താദും എന്തുകൊണ്ട് പങ്കെടുത്തു? പ്രശ്നം പരിഹരിക്കേണ്ടത് അവരല്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായും പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ പഴുതിലൂടെ തങ്ങൾ സത്യമായിരുന്നു എന്ന് അടിക്കടി ഓർമ്മപ്പെടുത്തുവാനുള്ള അവസരമായി സുഹാബി പക്ഷവും കാണുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഖൽബിയായിക്കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പേരിൽ സമസ്തയുടെ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകർ മാറ്റി നിർത്തിയ ഏതാനും ആളുകൾ, ഉമ്മത്തിൻ്റെ ഭൂപടത്തിൽ പിടിച്ചു നിൽക്കാൻ പഴുതില്ലാത്ത വിധം വിഷമിച്ച ഇവർ ഒരു അഡ്രസ്സിന് വേണ്ടിയായിരുന്നു ഖാദി ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. പാവപ്പെട്ട പാണക്കാട് കുടുംബങ്ങളെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഖാദി ഫൗണ്ടേഷൻ രൂപീകരിച്ചു. അതിൻ്റെ മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും യോഗങ്ങളും പഞ്ചായത്ത് തോറും നടത്തി, മേഖലയിൽ, ജില്ലയിൽ, സംസ്ഥാനത്ത് വിപുലമായി നടത്തി. പക്ഷേ അണികളുടെ ചോർച്ചയും അനുബന്ധമായുള്ള ആളുകളുടെ താല്പര്യമില്ലായ്മയും കാരണത്താൽ, കൃത്യമായി അതിനൊരു അജണ്ട പോലും നിശ്ചയിക്കാൻ ഇല്ലാത്ത കാരണത്താൽ ഖാദി ഫൗണ്ടേഷൻ മരണത്തിന് സമാനമായി ഒതുങ്ങിക്കഴിഞ്ഞു. രണ്ടാമത് അവർ നളന്ദ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചുകൂടി സമസ്ത സംരക്ഷണ വേദി രൂപീകരിച്ചു. പുറം ലോകം കാണാൻ കഴിയാത്ത വിധം അതിനും മൃത്യു വരിക്കേണ്ടി വന്നു. പിന്നീട് അവർ പിടിച്ചത് ബഹുമാനപ്പെട്ട SMFിനെയായിരുന്നു. SMFിലാകുമ്പോൾ സമസ്തയുടെ ഉസ്താദുമാരും സഹപ്രവർത്തകരും അടക്കമുള്ള ദീനി സ്നേഹികളും നിഷ്കളങ്കമായി സമസ്തയെ സ്നേഹിക്കുന്നവരുമായിരുന്നു. അവരെ ഒഴിവാക്കിയാലേ തങ്ങളുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ബോധ്യമായവർ സമസ്ത SMFിൻ്റെ ഭരണഘടനയെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. ഇത് 2014 SMFിൻ്റെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയിൽ ബഹുമാനപ്പെട്ട സമസ്തയെ നേരിട്ട് അംഗീകരിച്ച ഈ വിഷയത്തിൽ പറയുന്നത് SMFിൽ ആരെല്ലാം പങ്കാളികളാവണമെന്നാണ്. അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആരെല്ലാം വരണം, ഏതെല്ലാം വിഭാഗത്തിൽ വരുന്നവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ്. അതിൽ ഭരണഘടനയിൽ പറയുന്നത് ഒന്ന് നോക്കാം നമുക്ക്. സമസ്തയുടെ കീ ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോന്നും, അഥവാ SKSFിൽ നിന്ന്, SYSൽ നിന്ന്, SMFിൽ നിന്ന്, റേഞ്ചിൽ നിന്ന് അനുബന്ധമായിക്കൊണ്ടുള്ള ഈ സമസ്തയുടെ ഓരോ കീ ഘടകങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന 5 ആലിമീങ്ങളും ഉണ്ടായിരിക്കണം. 2014 പുറത്തിറക്കിയ SMFിൻ്റെ ഭരണഘടനയിൽ ഉള്ളതാണ്. എന്നാൽ 2022-25 തെരഞ്ഞെടുപ്പിന്റെ ഭാഗ്യമായി ഇറക്കിയ മാനുവലും ഇതേ കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പള്ളിയിലെ ഖത്തീബ്, അതല്ലെങ്കിൽ മുദർരിസ്, SYS, SKSF, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഇവയുടെ ഭാരവാഹികൾ SMFിൽ അംഗത്വം എടുക്കേണ്ടതാണ്. എന്നാൽ ഗതികെട്ടാതെ നടക്കുന്ന ഈ വിഭാഗം തട്ടിക്കൂട്ടിയ മാനുവലാണ് ഇത് 2025-28 ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട പള്ളിയിലെ ഖത്തീബിനെ മാറ്റിവെച്ചു, മുദർരിസിനെ മാറ്റിവെച്ചു, ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രതിനിധിയെ മാറ്റിവെച്ചു,
SYSന്റെ പ്രവർത്തകരെ മാറ്റിവെച്ചു, SKSFന്റെ പ്രവർത്തകരെ മാറ്റിവെച്ചു. എന്നിട്ട് അവർ ഇഷ്ടപ്പെടുന്ന, അവരുടെ കൊക്കിൽ ഒതുങ്ങുന്ന, അവർക്ക് റാൺമൂളികളായി മാറുന്ന ഏതാനും ആളുകളെ മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുമായി മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ, സമസ്തയെ സ്നേഹിക്കുന്ന പ്രവർത്തകരെ, അവർ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാരോട് പരാതി പറഞ്ഞു. നിങ്ങൾ ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസറാണ്, അതുകൊണ്ട് ഇതിൽ പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞു. കാര്യങ്ങളെ ബോധ്യമായി മനസ്സിലാക്കിയ അപ്പോൾ അദ്ദേഹം MT ഉസ്താദ് മുഷാവറയിലേക്ക് ചർച്ച കൊണ്ടുവരുന്നു. മുഷാവറ തീരുമാനിക്കുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തണം. അങ്ങനെ 2025 ജൂലൈ 16 ഈ വിഷയത്തിൽ ഒരു തീരുമാനം വന്നു. അതിന് മുമ്പ് 6/5/2025 ഒരു സമിതി നിശ്ചയിച്ചിരുന്നു. സമിതി നോക്കാം. 1 സയ്യിദ് ജഫരി മുത്തുകോയത്തങ്ങൾ, 2 MT അബ്ദുള്ള മുസ്ലിയാര്, 3 കൊയ്യോട് ഉമർ മുസ്ലിയാര്, 4 ഉമർ ഫൈസി മുക്കം, 5 AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 8 ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, 9 വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി. ഈ ഉസ്താദുമാർ അഥവാ മുഷാവറ അംഗങ്ങൾ സമിതിയിലായ ഒരു സമിതി കാര്യങ്ങളെ പഠിച്ചു. അവർക്ക് ബോധ്യമായി SMFന്റെ പോക്ക് റോങ് ആണ്, അത് പിടിച്ചു കെട്ടണം. അങ്ങനെ അവർ മുഷാവറയിലേക്ക് തീരുമാനങ്ങൾ അവർ കണ്ടെത്തിയ ആശയത്തെ മുഷാവറയിലേക്ക് വെച്ചു. 3 കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട SMFന്റെ പ്രവർത്തനം 1 വർഷത്തേക്ക് മാത്രം നിജപ്പെടുത്തുക. എന്നിട്ട് അതിനുശേഷം നിയമാനുസൃതമായിക്കൊണ്ട് ഇലക്ഷൻ നടത്തിക്കൊണ്ട് അതിനുശേഷം മാത്രം പ്രവർത്തനങ്ങളെ സമീപിക്കുക. രണ്ടാമത്തെ കാര്യം, സമസ്തയുടെ മുഷാവറ നിശ്ചയിക്കുന്ന ഉന്നത സമിതിയുടെ കീഴിലായിരിക്കണം പ്രവർത്തനം നടത്തേണ്ടത്. ഏതെങ്കിലും ഒരു പ്രവർത്തനം ഈ 1 വർഷത്തിൽ നടത്തണമെങ്കിൽ അതിന്റെ മേൽനോട്ടം ഈ മുഷാവറ അംഗം നിർവഹിക്കണം. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നടത്തിയതിനു ശേഷമാണ് മുഷാവറ ഈ കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനമെടുത്തത്. ഇനി നമുക്കൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 14 ഉപസംഘടനകളുണ്ട്. ഏറ്റവും വലുത് SMF ആണ്. അതിന് താഴെയാണ് ഓരോ ഘടകങ്ങളും കടന്നു വരുന്നത്. ആ ഘടകത്തിൽ ഏറ്റവും ചെറുത് SBV ആണ്, അഥവാ മദ്രസ കുട്ടികളാണ്. ഈ 14 ഉപസംഘടനകളിൽ സമസ്തക്ക് തലവേദന സൃഷ്ടിച്ചത് SMF ആണ് എന്ന് ദുഃഖത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ നിലപാടുകളെ വകവെക്കാതെ, സമസ്തയുടെ നിലപാടുകൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ട്, സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ആൾക്കൂട്ടമായി സമസ്തയെ മാറ്റുന്നു, അല്ലെങ്കിൽ SMFനെ മാറ്റുന്നു. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സമസ്ത ഇതിന്റെ ഭരണഘടനയിൽ പറയുന്ന, SMFനോട് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾ യഥാവിധി മനസ്സ വാച കർമ്മണ അംഗീകരിക്കുന്നവരായിരിക്കണം ഇതിന്റെ മെമ്പർമാർ എന്നാണ്. എന്നാൽ ഇന്നത്തെ SMFന്റെ പ്രവർത്തകർ ആരൊക്കെയാണ്? സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ വരെ ഇന്ന് SMFന്റെ ഔദ്യോഗിക ഭാരവാഹികളാണ്. ചില്ലറ കാര്യമല്ല ഇത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പോകുന്നത് SMFന്റെ വലിയ നേതാക്കന്മാരാണ്. അനുബന്ധമായിക്കൊണ്ട് സമസ്തയെ നിരവധി തവണ നിരന്തരമായി ആക്ഷേപിക്കുന്നവർ ആരാണ്? SMFന്റെ ആളുകളാണ്. സമസ്തയുടെ ആലിമീങ്ങളെ, മുഷാവറ അംഗങ്ങളെ പരിഹസിക്കുന്നവർ സമസ്ത SMFന്റെ ആളുകളാണ്. സമസ്ത പുറത്താക്കി ആളുകളെ താലോലിച്ചു കൊണ്ടു നടക്കുന്നവർ SMFന്റെ പ്രവർത്തകരാണ്. ഇങ്ങനെ SMF എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്തക്കുള്ളിലെ ബിദ്അത്തിന്റെ, സമസ്ത വിരുദ്ധരുടെ സ്ലീപ്പർ സെല്ലായി മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. ഈ സാഹചര്യത്തിലും എന്തുകൊണ്ട് ജിഫ്രി മുത്തുകോയത്തങ്ങളാപ്പ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു? വളരെ ഗൗരവത്തെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഓരോ മനുഷ്യനും ഓരോ മാന്യത ഉണ്ടാകും, വ്യക്തിത്വം ഉണ്ടാകും. ആ മഹാമനുഷ്യന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, ക്ഷണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ തങ്ങളുപ്പാപ്പാല മനസ്സിലുണ്ടാവില്ലേ, നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ അനുസരിക്കുന്നു, പക്ഷേ സമസ്ത മുഷാവറ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? സ്വാഭാവികമായൊരു ചിന്ത ഉണ്ടാവില്ലേ? ഇതൊരു മാന്യന്മാർക്ക് യോജിച്ച പരിപാടിയാണോ നിങ്ങൾ ഈ പറയുന്നത്? സമസ്തയുടെ മുഷാവറ തീരുമാനിച്ച തീരുമാനങ്ങൾ വിരുദ്ധമായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ
പ്രയാസപ്പെടുന്നത്. മറുഭാഗത്ത് ആരൊക്കെയാണ് വരുന്നത്? ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് വരുന്നു, നാസർ ഫൈസി കൂടത്തായി വരുന്നു, അബ്ദുസമദ് പൂക്കോട്ടൂർ വരുന്നു, ഷാഫി ഹാജ് വരുന്നു. അങ്ങനെ പ്രഗത്ഭരായ ആളുകൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജഫ്രി തങ്ങളാപ്പാനെ വിളിക്കുമ്പോൾ എന്താണ് തങ്ങളപ്പ പറയേണ്ടത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാന്യത എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, അത് ചില വ്യക്തി ഗുണങ്ങളാണ്. മഹാനായ പ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ സ്വർണ്ണമോതിരം ധരിച്ചതായി കണ്ടു. ഉടനെ പ്രവാചകർ അത് ഊരിയിട്ടു. കൂടെയുള്ളവർ, പ്രവാചകർ കടന്നു പോയപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ആ മോതിരം എടുത്ത് മറ്റു കാര്യം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ മഹാമനീഷി പറഞ്ഞു, അത് എനിക്ക് യോജിച്ചതല്ല, എൻ്റെ കയ്യിൽ നിന്ന് റസൂലുള്ള ഊരിയെടുത്ത ആ മോതിരം ഇനി ഞാൻ ഉപയോഗിക്കില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെയുള്ള വിഷയം മോതിരം പുരുഷന് ധരിക്കാൻ പാടില്ല എന്നാണ്. മറ്റു കാര്യം ഉപയോഗിക്കാൻ പാടില്ല എന്നതിന് തെളിവല്ല. പക്ഷെ ഈ സഹോദരൻ മനസ്സിലാക്കിയെന്താണ്? എന്നോട് എൻ്റെ റസൂലുള്ള പറഞ്ഞല്ലോ എന്നാണ്. ഇതാണ് മാന്യത എന്ന് പറയുന്നത്. ഞങ്ങളെ നിയന്ത്രിക്കാൻ സമസ്ത മുഷാവറയെ തീരുമാനിച്ചല്ലോ, ഞങ്ങളുടെ വിഷയത്തിൽ സമ്മതി നിശ്ചയിച്ചല്ലോ. അപ്പോൾ ഞങ്ങളുടെ പോക്ക് റോങ് ആണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒതുക്കം വേണമല്ലോ, ഞങ്ങൾക്കൊരു പുനഃപരിശോധന വേണമല്ലോ എന്നായിരുന്നു SMF ആളുകൾ ചിന്തിക്കേണ്ടിയിരുന്നത്. പകരം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട മാന്യന്മാരായ സമസ്തയുടെ ഉസ്താദുമാരെ വീണ്ടും കെണിയിൽ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കണം, ആരെല്ലാം പോയി ഉദ്ഘാടനം ചെയ്താലും, ആരെല്ലാം അവരുടെ മാന്യതയെ വെച്ച് മൗനം പാലിച്ചാലും സത്യം തന്നെയാണ്. സമസ്ത മുഷാവറയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കൂട്ടം തന്നെയാണ് SMF എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹല്ല് കാരണവന്മാരോട്, മഹല്ലിലെ നിരപരാധികളായ സഹോദരന്മാരോട്, ഉമറാക്കളോട് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2014 കൊണ്ടുവന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കൊണ്ടാണ് ഇന്നത്തെ SMF പ്രവർത്തനം. അവർക്ക് ഏതാനും ചില ആളുകൾക്ക് വേദി ലഭിക്കണം, സ്റ്റേജ് ലഭിക്കണം, പേജ് ലഭിക്കണം, കൈമണി ലഭിക്കണം. ഇതിനു വേണ്ടി ചില ആളുകൾ കൂട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടെ പറയുന്ന വിഷയം SMF ചില ആളുകൾ സമസ്ത ലീഗ് വിരുദ്ധരായി കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. ചില ആളുകൾ പാണക്കാട് വിരുദ്ധരായി കടന്നു വന്നിട്ടുണ്ടാണ്. അതിനൊരു കടലാസ് തുണ്ടുപോലും തെളിവായി ഉദ്ധരിക്കാൻ നിങ്ങൾ കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്, ചില ആളുകളെ ചാപ്പയടിച്ച് മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങളുടെ ഹിഡൻ അജണ്ട പുറത്തിലാക്കാൻ കഴിയുള്ളൂ. ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല ഇത്. സമസ്തയുടെ ലക്ഷോപലക്ഷം പ്രവർത്തകർ ലൈവിലാണ്. നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾ കൃത്യമായി കാണുന്നവരാണ് അവർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട, ജീവിതത്തിൽ പകർത്തുന്ന, അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സമസ്ത പ്രവർത്തകർ ഇക്കാര്യങ്ങൾ, കള്ളക്കളികൾ കൃത്യമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും മുന്നോട്ട് പോകാൻ ഒരാൾ കഴിയില്ല. ബഹുമാനപ്പെട്ട സുപ്രഭാതം തകർക്കാൻ ശ്രമിച്ചത് SMF പ്രവർത്തകരില്ലേ? ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുകോയത്തങ്ങൾക്കെതിരെ നിരന്തരമായ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ച് SMF പ്രവർത്തകരില്ലേ? അല്ലെന്ന് പറയാൻ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ കഴിയുമോ? സമസ്ത മുഷാവറയെ കൊച്ചാക്കിയത് നിങ്ങളല്ലേ? സമസ്ത മുഷാവറ പുറത്താക്കിയ വ്യക്തിയെ താലോലിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ SMF പ്രവർത്തകരല്ലേ? ഇതെല്ലാം ഞങ്ങൾ മറക്കണമെന്നാണ് പറയുന്നത്. കഴിയില്ല. ഞങ്ങൾ ലൈവ് തന്നെയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.